ഇന്നത്തെ വീഡിയോയിൽ ക്രിസ്മസ് ട്രീയിലേക്കൊക്കെ ഹാങ് ചെയ്യാൻ പറ്റിയ ഒരു ക്യൂട്ടായിട്ടുള്ള ക്രോഷി സ്റ്റാറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാം. മാജിക് റിങ് പഠിക്കണം. സിംഗിൾ ക്രോഷി സ്റ്റിച്ച്, ഡബിൾ ക്രോഷി സ്റ്റിച്ച്, ഹാഫ് ഡബിൾ ക്രോഷി സ്റ്റിച്ച്, ട്രിപ്പിൾ ക്രോഷി സ്റ്റിച്ച്, സ്ലിറ്റ് സ്റ്റിച്ച് ഇത്രയും അറിഞ്ഞാൽ ഈ സ്റ്റാർ ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ വൈറ്റ് യാൺ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാജിക് റിങ് ഉണ്ടാക്കാം. ആദ്യം യാണിങ്ങനെ തിരിച്ച് വെച്ച് ഹുക്ക് അതിൻ്റെ ഉള്ളിലൂടെ എടുത്ത് യാണിനെ അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. എന്നിട്ട് ആദ്യം ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. തുടർന്ന് 1 2 ചെയിൻ സ്റ്റിച്ചും കൂടെ ഇട്ടിട്ട് ഇനി ഈ റൗണ്ടിലാണ് ചെയ്യേണ്ടത്. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. യാൺ ഓവർ ചെയ്ത് അതിൻ്റെ ഉള്ളിലൂടെ എടുത്ത് വീണ്ടും യാൺ ഓവർ ചെയ്ത് ആ ലൂപ്പിനെ ഹുക്കിൻ്റെ മുകളിലുള്ള ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്ത് ബാക്കിയുള്ള 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചായി. ഇനി അടുത്തത് ചെയ്യാം. 16 സ്റ്റിച്ച് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യണം ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ. ഫസ്റ്റ് നമ്മളിട്ട 3 ചെയിൻ സ്റ്റിച്ചും കൂടെ കൂട്ടിയിട്ട് 16 എണ്ണം ചെയ്യണം. ഒരു ആ റൗണ്ട് പകുതിയാവുമ്പോൾ ചെയ്ത അത്രയും വരെ ഒന്ന് ജസ്റ്റ് പിടിച്ചിട്ട് ആ ടെയിൽ ഭാഗം ഒന്ന് വലിക്കുക. അപ്പോൾ ഒരു ഹാഫ് സർക്കിളായി വരും. ഇനി ബാക്കി കൂടെ ചെയ്യുക. ഒരു 16 സ്റ്റിച്ച് ടോട്ടൽ ഇടണം. ഇനി ഈ സർക്കിൾ ജോയിൻ ചെയ്യുക. എന്നിട്ട് ആദ്യം ചെയ്ത ആ ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ചെയ്ത് വെച്ച ലൂപ്പിന് അതിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് അതിൻ്റെ ഉള്ളിലൂടെ എടുത്ത് യാണിനെ ഗ്രാബ് ചെയ്ത് അതിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുത്ത് സ്ലിറ്റ് സ്റ്റിച്ച് ഇടുക. ഇനി ഒരു 6 ചെയിൻ സ്റ്റിച്ച് ഇനി മുകളിലോട്ട് ഇടണം. 1 2 3 4 5 6. ഇനി ഹുക്കിൻ്റെ തൊട്ടടുത്തുള്ള ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് യാണിനെ ഗ്രാബ് ചെയ്ത് അതിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുത്ത് താഴത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും കൂടെ അതിനെ കൊണ്ടുവരിക. സ്ലിറ്റ് സ്റ്റിച്ച് ഇടുക. ഇനി അടുത്ത ചെയിനിൽ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, യാണിനെ അതിലൂടെ എടുത്തു, വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുത്തു. ഇതാണ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്. ഇനി ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അതിനായിട്ട് നെക്സ്റ്റ് ചെയിനിലേക്ക് ഹുക്ക് ഇടണം. യാൺ ഓവർ ചെയ്ത് ഹുക്ക് ഇട്ടു, 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുത്തു. ഇനി വീണ്ടും അടുത്തതിലേക്ക് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. യാൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് ചെയിനിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് ഇട്ടു, യാൺ ഓവർ ചെയ്ത് ലൂപ്പിന് ഉള്ളിലൂടെ എടുത്തു. ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ആദ്യം എടുത്തു, വീണ്ടും യാൺ ഓവർ ചെയ്ത് ബാക്കിയുള്ള 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തെടുത്തു. ഇനി ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. അടുത്ത ലാസ്റ്റ് ചെയിനിലേക്ക് ഹുക്ക് ഇട്ടു, യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുത്തു, വീണ്ടും യാൺ ഓവർ ചെയ്ത് അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുത്തു, വീണ്ടും യാൺ ഓവർ ചെയ്ത് ലാസ്റ്റത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ യാണിനെ പുറത്തെടുത്തു. ഇനി അതിനെ അവിടെ സ്ലിറ്റ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്യണം. ഏകദേശം അത് വരുന്ന ഭാഗം എത്രയാണെന്ന് നോക്കുക. അതിലൂടെ എടുത്ത് സ്ലിറ്റ് സ്റ്റിച്ച് ഇടുക. ഇനി നെക്സ്റ്റ് ഒന്നും കൂടെ കാണിക്കാം. അത് എവിടെയാണ് എത്തുന്ന ആ ഭാഗത്തുള്ള ചെയിൻ സ്റ്റിച്ചിലേക്ക് ജോയിൻ ചെയ്യാണ് വേണ്ടത്. അതിലൂടെ എടുത്ത് യാണിനെ
കൊണ്ടുവന്നു താഴത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുത്തു. ഇനി വീണ്ടും 6 ചെയിൻ സ്റ്റിച്ച് ഇടുക. സെയിം ഇത് തന്നെ ചെയ്യാം. ആദ്യത്തെ ചെയിൻ സ്റ്റിച്ച് 6 ചെയിൻ സ്റ്റിച്ചിട്ട് ഹുക്കിൻ്റെ തൊട്ടടുത്തുള്ള ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തെ ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുക. രണ്ടാമത് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. മൂന്നാമത് ഹാഫ് ഡബിൾ ക്രോഷ്യ, 4 ഡബിൾ ക്രോഷ്യ, 5 ട്രിപ്പിൾ ക്രോഷ്യ, എന്നിട്ട് ജോയിൻ ചെയ്യുക. ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഇത്രയും ചെയ്തു. ഇനി ലാസ്റ്റത്തെ ഭാഗം നമുക്ക് റെഡ് യാൺ വെച്ച് ചെയ്യാം. അപ്പോൾ ഈ വൈറ്റ് യാൺ ഇവിടെ കട്ട് ചെയ്യുക. ഹുക്ക് കൊണ്ട് വലിച്ചെടുത്തു, അവിടെ ടൈറ്റ് ചെയ്തു. ബാക്കിൽ നമുക്കൊന്ന് ഹൈഡ് ചെയ്യാം, ഒരു നോട്ടിട്ട് ഹൈഡ് ചെയ്യണം. ഇനി റെഡ് യാൺ വെച്ച് ചെയ്യാം. ആ ഭാഗം ജോയിൻ ചെയ്ത ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് റെഡ് യാണിന് ആദ്യം ഒരു നോട്ട് ഇടണം. എന്നിട്ട് ആ ലൂപ്പിന് ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കുക. പുറകുവശത്ത് ഇങ്ങനെ പിടിക്കണം. മോതിര വിരലും കൊണ്ട് അവിടെ പിടിച്ച് അതിനുള്ളിലൂടെ എടുക്കണം. എന്നിട്ട് സെയിം നേരത്തെ പോലെ തന്നെ 6 ചെയിൻ സ്റ്റിച്ചിട്ട് ഓരോ ചെയിനിലും ആയിട്ട് ഓരോ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി അത് കട്ട് ചെയ്തിട്ട് ബാക്കി വന്ന യാണിനെയും ബാക്കിൽ ജസ്റ്റ് ഓരോ ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും ഹുക്ക് കൊണ്ട് വലിച്ച് അതിനെ ഹൈഡ് ചെയ്യുക. ആദ്യം ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇതിൽ ചെറിയൊരു പണിയും കൂടെ ഉണ്ട്, നോക്കാം.
ഓക്കെ, സ്റ്റാറിന് ഒരു ക്രിസ്മസ് ട്രീൻ്റെ മുകളിലായിട്ട് വെക്കാം. ഈ ട്രീ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ക്രാഫ്റ്റ്, ക്രോഷറ്റ് വർക്കൊക്കെ ഇഷ്ടമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.